അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 18 ശനിയാഴ്ച. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെയും മറ്റന്നാളും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ മെയ് 22 ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. LDFന്റെ സോളാർ സമരം ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ചെന്ന വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ആരാദ്യം ചർച്ച നടത്തി എന്നതിന് ഇനി പ്രസക്തിയില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കാൻ പല ഭരണവൈദഗ്ധ്യവും ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ രാജിയായിരുന്നു CPMന്റെ ആവശ്യം. അത് അംഗീകരിക്കാനാവില്ല എന്ന് ഞങ്ങൾ ഉറച്ച നിലപാടെടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. TP കേസുമായി സോളാർ കേസിനെ ബന്ധിപ്പിക്കുന്നത് ചില തുന്നൽ വിദഗ്ധരാണ്. ഇരു കേസുകളും തമ്മിൽ ഒരു ബന്ധവുമില്ല. താൻ നടത്തിയ എല്ലാ ചർച്ചകളും ഉമ്മൻചാണ്ടിയുടെ അറിവോടെ ആയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സോളാർ സമരം തുടങ്ങും മുൻപ് തന്നെ ഒത്തുതീർപ്പ് ചർച്ചകൾ തുടങ്ങിയെന്ന് ചെറിയാൻ ഫിലിപ്പ്. സമരം 12-ാം തീയതിയാണ് തുടങ്ങുന്നത്. എന്നാൽ 11-ാം തീയതി തന്നെ ബ്രിട്ടാസിനൊപ്പം താൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കണ്ട് ചർച്ച നടത്തി. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാണ് സംസാരിച്ചതെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. സമരം 3-ാം ദിവസം തീർക്കണമെന്ന ഉദ്ദേശമില്ലായിരുന്നു. എന്നാൽ ഏതെങ്കിലും ഘട്ടത്തിൽ സമരം അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ചർച്ചകൾ നടന്നതെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. സോളാർ സമരം അവസാനിപ്പിക്കുന്നതിനായി ഒരു ഇടനില ചർച്ചയിലും താൻ ഭാഗമായിട്ടില്ലെന്ന് NK പ്രേമചന്ദ്രൻ MP. ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ശരിയല്ലെന്നും തന്നെ ആരും ഇടനില നിൽക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സമരം നടക്കുമ്പോൾ അത് അവസാനിപ്പിക്കാൻ ചർച്ച നടക്കുന്നത് സ്വാഭാവികമാണ്. അതിനിടയിൽ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങൽ ഉണ്ടായതായി ആരോപണം ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2015 ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട പാനൂർ ചെറ്റക്കണ്ടിയിലെ ഷൈജു, സുബീഷ് എന്നിവർക്കായി സ്മാരകം പണിത് CPM. 2 പേർ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവം വിവാദമായപ്പോൾ അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇരുവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അന്ന് ഏറ്റുവാങ്ങിയത് കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറി P. ജയരാജനായിരുന്നു. സ്മാരകം ഈ മാസം 22-ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിനെ രാജ്യം വിടാനുള്ള ബുദ്ധി ഉപദേശിച്ചത് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് സൂചന. പന്തീരാങ്കാവ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ആളാണ് ആരോപണ വിധേയൻ. എന്നാൽ ഇയാളുടെ പേര് വിവരം അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥന്റെ ചാരപ്പണി ശ്രദ്ധയിൽപ്പെട്ട മേലുദ്യോഗസ്ഥർ ഇയാൾക്കെതിരെ അന്വേഷണത്തിന് നിർദ്ദേശിച്ചു. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ ഇന്ത്യൻ പൌരൻ തന്നെയാണെന്ന് പോലീസ്. ഇയാൾ ജർമ്മൻ പൌരനാണെന്ന വാദം നുണയാണെന്നും പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. രാഹുലിനെ തിരിച്ചെത്തിക്കാൻ ആവശ്യമെങ്കിൽ ഇന്റർപോൾ വഴി റെഡ് കോർണർ നോട്ടീസ് ഇറക്കുന്ന കാര്യവും പോലീസ് പരിഗണനയിലുണ്ട്. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ P. ഗോപാലിന്റെ അമ്മ ഉഷാകുമാരിയുടെയും സഹോദരിയുടെയും പേരിൽ സ്ത്രീധന പീഡന കുറ്റം ചുമത്തും. അമ്മയ്ക്കും സഹോദരിക്കും എതിരെ പെൺകുട്ടി നൽകിയ മൊഴി ഞെട്ടിക്കുന്നതാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വിദേശ സന്ദർശനം നേരത്തെ അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും തിരിച്ചെത്തി. പുലർച്ചെ 3 മണിയോടെ ദുബായ് തിരുവനന്തപുരം എമിറേറ്റ്സ് വിമാനത്തിലാണ് അദ്ദേഹം എത്തിയത്. തിങ്കളാഴ്ച മടങ്ങിയെത്തുമെന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചിരുന്നത്. എന്നാൽ ഓഫീസിലും സുരക്ഷാ സംവിധാനങ്ങൾക്കും നൽകിയ ഈ അറിയിപ്പ് മാറ്റിയാണ് ഇന്ന് പുലർച്ചെ തിരിച്ചെത്തിയത്.
മാണി ഗ്രൂപ്പിനെ UDF-ലേക്ക് ക്ഷണിച്ചുള്ള വീക്ഷണം ലേഖനത്തിന് മറുപടിയുമായി മാണി ഗ്രൂപ്പ് മുഖപത്രം പ്രതിച്ഛായ. UDF മാണി ഗ്രൂപ്പിനെ ചതിച്ചു പുറത്താക്കുകയായിരുന്നു. കേരള കോൺഗ്രസ് M അജയ്യ രാഷ്ട്രീയ ശക്തിയായതിന്റെ വേവലാതിയാണ് മുഖപ്രസംഗത്തിന് പിന്നിലെന്നും മുങ്ങുന്ന കപ്പലിൽ ലൈഫ് ബോട്ടും പ്രതീക്ഷിച്ച് കഴിയുന്ന കപ്പൽ ജീവനക്കാരനെ പോലെയാണ് വീക്ഷണം എന്നുമാണ് പ്രതിച്ഛായയുടെ പരിഹാസം. സംസ്ഥാനത്ത് ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പോലീസിന്റെ ഓപ്പറേഷൻ ആഗ്ഡി 100-ൽ 2015 പേർ അറസ്റ്റിലായി. 10 ദിവസം തുടർച്ചയായി റെയ്ഡ് തുടരാനാണ് DGPയുടെ നിർദ്ദേശം. ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ അലംഭാവമുണ്ടെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ ചില ജില്ലാ പോലീസ് മേധാവിമാരെ DGP വിമർശിച്ചിരുന്നു. പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അനീഷയുടെ ആത്മഹത്യ CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കണ്ടു. ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും പ്രതികളെ സംരക്ഷിക്കാനാണ് ശ്രമമെന്നും അനീഷയുടെ അമ്മ പ്രസന്ന കുറ്റപ്പെടുത്തി. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കുമെന്ന് ഗവർണർ അറിയിച്ചതായി അനീഷയുടെ മാതാപിതാക്കൾ പറഞ്ഞു. ശബരിമല സന്നിധാനത്ത് കെട്ടിക്കിടക്കുന്ന 6.5 ലക്ഷത്തിലധികം ടിൻ അരവണ നശിപ്പിക്കാൻ ദേവസ്വം ബോർഡ് താൽപര്യപത്രം ക്ഷണിച്ചെങ്കിലും തുടർ നടപടികൾ സങ്കീർണമെന്ന് റിപ്പോർട്ട്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ പമ്പയ്ക്ക് പുറത്തെത്തിച്ചു വേണം ഇവ ശാസ്ത്രീയമായി സംസ്കരിക്കാൻ. ഒപ്പം വിശ്വാസത്തിന് കോട്ടം തട്ടാതെ തന്നെ സംസ്കരിക്കണമെന്നും നിർബന്ധമുണ്ട്. അരവണ വളമാക്കി മാറ്റാൻ താൽപര്യമറിയിച്ച് ചില കമ്പനികളും ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിനായി കേരള തീരത്തുനിന്ന് കടലിൽ പോകാൻ പാടുള്ളതല്ലെന്നും മുന്നറിയിപ്പ് കർശനമായി പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം സംസ്ഥാനത്ത് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ പല പരാമർശങ്ങളും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതാണെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. മുസ്ലിങ്ങൾക്കെതിരല്ല മോദി. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പോലും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള പ്രീണനമാണ് കോൺഗ്രസ് നടത്തുന്നത്. അതിനെയാണ് മോദി വിമർശിക്കുന്നതെന്നും AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. JDS സംസ്ഥാന അധ്യക്ഷൻ HD കുമാരസ്വാമിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പേരുകൾ അപകീർത്തിപ്പെടുത്താൻ കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ തനിക്ക് 100 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് അറസ്റ്റിലായ BJP നേതാവ് G. ദേവരാജഗൌഡ. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതിനുശേഷം പോലീസ് വാഹനത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ദേവരാജഗൌഡ. ഹരിയാനയിൽ തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സിന് തീപിടിച്ച് 8 പേർ വെന്തുമരിച്ചു. ഹരിയാനയിലെ കുണ്ടലി മനേസൽ പൽവാൽ എക്സ്പ്രസ് വേയിൽ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. പഞ്ചാബ് സ്വദേശികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 60ഓളം പേരാണ് ബസ്സിലുണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പിനായുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. 49 മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. പ്രിയങ്ക ഗാന്ധി ഇന്ന് റായ്ബറേലിയിൽ വീടുകൾ കയറി പ്രചാരണം നടത്തും. ബാരാബങ്കിയിലാണ് രാഹുലിന്റെ പ്രചാരണ പരിപാടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അമേഠിയിൽ പ്രചാരണ റാലി നടത്തും. മമതാ ബാനർജി BJPയിലേക്ക് പോയേക്കുമെന്ന പരാമർശത്തിൽ കോൺഗ്രസ് ബംഗാൾ അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ താക്കീത്. പാർട്ടിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെടുക്കാൻ അധിർ രഞ്ജന് അധികാരമില്ല. ഹൈക്കമാൻഡ് തീരുമാനം അനുസരിക്കാത്തവർ പാർട്ടിക്ക് പുറത്താകുമെന്നും ഖാർഗെ മുന്നറിയിപ്പ് നൽകി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ദില്ലിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കന്നയ്യ കുമാറിനെതിരെയുണ്ടായ ആക്രമണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകുമെന്ന് കോൺഗ്രസ്. കന്നയ്യ കുമാറിനെ ആക്രമിച്ചത് BJP സ്ഥാനാർത്ഥി മനോജ് തിവാരിയുടെ കൂട്ടാളികളെന്നും കോൺഗ്രസ് ആരോപിച്ചു. പരാജയം ഭയക്കുന്ന BJP അവരുടെ സ്വഭാവം കാണിക്കുകയാണെന്നും ഇത്തരം വൃത്തികെട്ട രീതിയിലൂടെ ഭയപ്പെടുത്താൻ ആവില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. NDA സ്ഥാനാർത്ഥിയും ചെറുമകനുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗികാരോപണ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും എല്ലാവർക്കുമെതിരെ നടപടിയെടുക്കണമെന്നും ദേവഗൌഡ പറഞ്ഞു. പ്രജ്വലിനെതിരെ ആരോപണമുയർന്ന് ദിവസങ്ങൾ പിന്നിട്ടതിനു ശേഷമാണ് ദേവഗൌഡ ആദ്യമായി പ്രതികരിക്കുന്നത്.
ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ വെച്ച് കയ്യേറ്റം ചെയ്യപ്പെട്ടെന്ന AAP MP സ്വാതി മലിവാളിന്റെ പരാതിയിൽ കേജ്രിവാളിന്റെ PA വൈഭവ് കുമാറിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വാതി മലിവാളിന്റെ ശരീരത്തിൽ പരിക്കുകളുണ്ടെന്ന് വ്യക്തമാക്കുന്ന വൈദ്യപരിശോധനാ ഫലം പുറത്തുവന്നു. സ്വാതിയെ കേജ്രിവാളിന്റെ വസതിയിലെത്തിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസിൽ 1 മണിക്കൂർ സ്വാതി മലിവാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെന്ന് കേജ്രിവാളിന്റെ PA വൈഭവ് കുമാർ ആരോപിച്ചു. കേജ്രിവാളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സ്വാതിക്ക് അനുമതിയില്ലായിരുന്നു. അകത്തേക്ക് കയറുന്നത് തടഞ്ഞ സുരക്ഷാ ജീവനക്കാരെ തള്ളിമാറ്റി സ്വാതി പ്രധാന കെട്ടിടത്തിലേക്ക് കയറിയെന്നും വൈഭവ് കുമാർ പറഞ്ഞു. സ്വാതി തന്നെ മർദ്ദിച്ചുവെന്ന് കാണിച്ച് വൈഭവും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്കു നേരെ അക്രമം തുടരുന്ന പശ്ചാത്തലത്തിൽ കിർഗിസ്ഥാനിലെ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളോട് വീടിന് പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശിച്ച് ഇന്ത്യൻ കോൺസുലേറ്റ്. വിദ്യാർത്ഥികൾക്ക് 0555710041 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും മന്ത്രാലയം അറിയിച്ചു. എംബസിയുമായി നിരന്തരം ബന്ധപ്പെടണമെന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കറും വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. അമേരിക്കൻ ജനപ്രതിനിധി സഭ മുൻ സ്പീക്കർ നാൻസി പെലോസിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ഭർത്താവ് പോൾ പെലോസിയെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് 30 വർഷം തടവ് ശിക്ഷ. ചുറ്റിക കൊണ്ട് നടത്തിയ ആക്രമണത്തിൽ പോൾ പെലോസിയുടെ തലയോട്ടിക്ക് ക്ഷതമേറ്റിരുന്നു. 2022 നടന്ന സംഭവത്തിൽ അന്നത്തെ അമേരിക്കൻ സ്പീക്കറായിരുന്ന നാൻസി പെലോസിയെ ബന്ദിയാക്കാമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രതി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയതെന്ന് ഇയാൾ കുറ്റസമ്മതത്തിൽ വിശദമാക്കിയിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.